നാട്ടിൽ ഈ ഏജൻസീസ് പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ഇവിടെ നേരെ വന്ന് ട്രക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല. ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ ബസ് ഓടിക്കാൻ പറ്റി. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? ജർമ്മനിയിലേക്ക് ലൈസൻസ് എടുക്കാൻ വരാണ്ടിരിക്കണം നല്ലത്. അല്ല, മാൾട്ടയിൽ തന്നെ കൺവേർഷൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഇന്റർനാഷണൽ വെച്ചിട്ട് 1 year വർക്ക് ചെയ്യാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജർമ്മൻ പബ്ലിക് ട്രാൻസ്പോർട്ടിട്ട് അമ്മാനമാടുന്ന 3 വ്യക്തികളാണ്. മീറ്റ് മിസ്റ്റർ ജോബ്. ജോബിന് ഒരു ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഇൻസ്റ്റാ വഴി അങ്ങനെ ലിങ്ക് ആയതാണ്. ഇത് ജോ, അത് സാം. അപ്പൊ നമുക്ക് ഇവരെ 3 പേരെയും ഈ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ടൺസ് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടാൻ പോണത്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി, ഇവിടുത്തെ ബസ് ഡ്രൈവർ ജോലിനെ പറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാം സെറ്റ് ആക്കല്ലേ? അപ്പോൾ നമുക്ക് ജോബിൽ തന്നെ തുടങ്ങാം. ജോബെ, എന്തായി നാട്ടിലെവിടെയാ, എങ്ങനെ വന്നു? നാട്ടില് എന്റെ സ്ഥലം കൊല്ലമാണ്. ഞാന് മാൾട്ടേനാണ് ജർമ്മനിയിലേക്ക് വരുന്നത്. ഒരു ഏജൻസിക്കോ ഏജന്റിനോ പൈസ കൊടുക്കാതെ പറയേണ്ട കാര്യമാണ്. സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെയാണ് ജോബ് വരുന്നത്. ജോ, കമോൺ. ഞാൻ അടിമാലിലാണ് സ്ഥലം, ഇടുക്കിയില്. ഇതുപോലെ തന്നെ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇൻസ്പയർ ആയി ഒറ്റയ്ക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് വന്നതാണ്. ഇപ്പൊ ഈവൻ ജർമ്മനിക്ക് ആണെങ്കിലും മാൾട്ടയ്ക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ വന്നതാണ്. എന്റെ സ്ഥലം കൊല്ലം പുല്ലൂരാണ്. ഞാൻ മാൾട്ട വന്നത് എൻ്റെ കൂട്ടുകാരൻ ഹെൽപ്പ് ചെയ്തിട്ട് അവൻ ത്രൂ ആണ് ഞാനിവിടെ മാൾട്ടയിലെത്തിയത്. അവിടുന്ന് ഒരു 6-7 മാസമായിട്ട് ഞാനിപ്പം ജർമ്മനിയിൽ ഷിഫ്റ്റ് ആയി വർക്ക് ചെയ്യുന്നു. ജോബ് എങ്ങനെ യൂറോപ്പിലേക്ക് എത്തി? ഇപ്പൊ എനിക്കറിയാം മാൾട്ട വഴിയാണ് ജർമ്മനിലേക്ക് വന്നത്. അപ്പൊ മാൾട്ട വെച്ച് കൊടുക്കാം. നാട്ടിൽ നിന്ന് എങ്ങനെ മാൾട്ടയിലേക്ക് എത്തി? ഞാൻ ആക്ച്വലി മാൾട്ടയിൽ വന്നത് ബസ് ഡ്രൈവറായിട്ടോ ഡ്രൈവിംഗ് ഫീൽഡിലേ അല്ല മാൾട്ടയിലേക്ക് വന്നത്. ഈ ഡ്രൈവിംഗ് ജോലിയിലേക്ക് മാറാനുള്ള കാര്യം തന്നെ ഈ ഡ്രൈവർക്കും അതേപോലെ ഡ്രൈവേഴ്സിനുള്ള റെസ്പെക്റ്റും അതേപോലെ യൂറോപ്പിൽ ഡ്രൈവേഴ്സിനുള്ള ഒരു ഡ്രൈവിംഗ് ജോലിക്കുള്ള ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഡ്രൈവിംഗ് ജോലിയിലേക്ക് മാറിയത്. സാമ എത്ര നാള് മാൾട്ടയിൽ വർക്ക് ചെയ്തു? ഞാൻ ഓൾമോസ്റ്റ് 1.5 years വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ത്രൂ ആണ് ഞാൻ വന്നത്. അപ്പം അവനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ മാൾട്ട HRD മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ട് ഡയറക്റ്റ് മെയിൽ അയക്കുമായിരുന്നു. എൻ്റെ CV വെച്ച് മെയിൽ അയക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മന്തിലേക്കൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ച് മെയിൽ അയച്ച് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൈപ്പ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ടൈമിന് സ്കൈപ്പ് ഇൻ്റർവ്യൂ വെക്കുമെന്ന് പറഞ്ഞിട്ട് അവർ മെയിൽ അയച്ചു. അന്ന് റൂഡി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തത്. ഒരു 15 minutes വണ്ടികളെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഏതൊക്കെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അതിനുള്ള എത്ര കപ്പാസിറ്റി ഉള്ളത് ഓടിച്ചു, എന്തൊക്കെ പാസഞ്ചേഴ്സിനെ വെച്ച് ഓടിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യും, എന്തൊക്കെ കെയർ ചെയ്യും, അതൊക്കെ നമ്മളോട് ചോദിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ ആകുമ്പോൾ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ വി ആർ സെലക്റ്റഡ് യു എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു. ഇനി ജോ ജോ ഇപ്പൊ ജർമ്മനിലേക്ക് വന്നത് ഇതുപോലെ തന്നെ കൂട്ടർ വഴി അല്ല, ജർമ്മനിലേക്ക് വന്നല്ല, മാൾട്ടയിലേക്ക് പോയത്. എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് കമ്പനിയിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടി. എനിക്ക് പിന്നെ വേറെ ഒരു പ്രോസസ്സ് പറയാൻ പാടില്ല. നാട്ടിൽ ഞാൻ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. അതായത് എനിക്ക് ബസ് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ എൻ്റെ ഒരു ഡിഫറെന്റ് ഒരു ഫീൽഡായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ് ആയിരുന്നു. പിന്നെ യൂറോപ്പിലേക്ക് പോരാൻ എല്ലാവരും പോകാൻ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം പോരാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ജോബിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കാരണം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്നാന്നൊക്കെ അവിടത്തെ പറ്റി ഒന്ന് നോക്കുമല്ലോ. എനിക്ക് ഇതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഏജൻസി ത്രൂ അല്ല വന്നത്. അപ്പൊ ഞാൻ അവിടെ ഒരു ഏജൻസിയെ കണ്ട് എന്റെ പേപ്പർ മാത്രമേ കവറിംഗ് ലെറ്റർ അങ്ങനത്തെ കുറച്ച് അത് സെറ്റ് ചെയ്ത് ഞാൻ VFS കൊണ്ടുവന്ന് എന്റെ പാസ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്ത. കൊച്ചിയിലായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയായിരുന്നു. ഇവിടെ മാൾട്ടയിൽ ഏത് എംപ്ലോയർ കിട്ടിയപ്പോ? എനിക്ക് കോപ്റ്റെക്കോന്ന് ഞാൻ കോച്ചിലേക്കായിരുന്നു. ഇവർ രണ്ടും പബ്ലിക് ട്രാൻസ്പോർട്ട്, ഞാൻ ടൂർ പോകുന്ന കോച്ചായിരുന്നു, വലിയ കോച്ചിലേക്കായിരുന്നു വന്നത്. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡൽഹിയിൽ VFS ഇന്റർവ്യൂ ഉണ്ട്, പോകണമെന്ന് ചെല്ലാൻ പറഞ്ഞു. മെയിൽ വന്നു, റിപ്ലൈ ഒന്നും അയക്കാൻ പറ്റത്തില്ലാത്തൊരു മെയിൽ. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ അടുത്ത് 40 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ഇത് ലെങ്തി ആക്കുന്നില്ല, അത് ഓൾറെഡി ഞാൻ ജോബിന്റെ അടുത്ത് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തൊക്കെ ചോദിച്ച്. അതിന്റെ പ്രൊസീജിയറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജോബിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാ പേജും ഉണ്ട്. അപ്പോൾ ഈ ബസ് ഡ്രൈവിംഗ് ഇങ്ങനെ വരാനുള്ള ആൾക്കാർ താല്പര്യപ്പെടുന്ന നിൽക്കണവരൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നത്? ബ്രഹ്മണിലാണ് വർക്ക് ചെയ്യുന്നത്. 3 പേര്. നമ്മള് വോൺറാഡൻ എന്ന് പറയുന്ന കമ്പനി. നിങ്ങളുടെ ഈ വർക്കിംഗ് അവേഴ്സ് ഒക്കെ എങ്ങനെയാണ്? എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണം? ഡ്യൂട്ടി ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് വീക്കിൽ എത്ര ദിവസം വർക്ക് ഉണ്ട്? വീക്കിലി 5 days വർക്ക് ഉണ്ട്. പിന്നെ 40 hours ആണ് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ 8 hours വരും, ചിലപ്പോൾ 7 hours വരും. അത് ഡ്യൂട്ടിയുടെ ബേസ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ ഹോളിഡേസ് ഒക്കെ എങ്ങനെയാണ് ജോ? അത് നമുക്ക് അഡീഷണൽ ഡ്യൂട്ടി ഉണ്ടാകും. കാരണം ഇപ്പൊ ചില ട്രെയിനൊക്കെ ചിലപ്പോ പണിമുടക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് സ്പെയർ ആയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്കുള്ള ട്രിപ്പൊക്കെ വരും. അപ്പൊ ഈവൻ സൺഡേ സാറ്റർഡേ ചിലപ്പോൾ ഉണ്ടാവും. അതിനൊക്കെ അഡീഷണൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും.
നമുക്കൊരു ടാക്കോ കാർഡ് ഉണ്ട്. അത് ഇട്ട് വണ്ടി ഓടിച്ചാൽ നമ്മൾ ഇത്ര സമയം ബ്രേക്ക് എടുത്തിരിക്കണം. നമ്മുടെ നാട്ടിലത്തെ പോലെ നിന്ന് ഓടിക്കുമല്ല. അപ്പൊ ഇത്ര ബ്രേക്ക് ഉണ്ട്. ആ രീതിയിൽ തന്നെ, അതായത് മാക്സിമം 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ വണ്ടി ഓടിക്കുമല്ലോ. ഓരോ സ്ഥലത്തിനും ബ്രേക്ക് ഉണ്ട്. 3-5 മണിക്കൂറുള്ള അങ്ങനെ വണ്ടി ഓടിക്കേണ്ടി വരും. സ്പോട്ടിൽ ഡ്യൂട്ടി വരുന്നത് വളരെ റയറാണ്. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഡ്യൂട്ടി നേരത്തെ ഇടും. അതനുസരിച്ച് നമ്മൾ നോക്കും. പിന്നെ ഡ്യൂട്ടി അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാം കൂടെ നമുക്കൊരു റഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഞാനിതൊക്കെ ചോദിക്കണേ, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിൽ. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പോലും ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിനും ഓരോ പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ട്. ഞങ്ങളുടെ അതോറിറ്റിയുടെ പേര് VBN എന്നാണ്. ഇവിടെ BVG. അതെ, ഈ VBN ആണ് ഇവർക്ക് റൂട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ടെൻഡർ പോലത്തെ സംഭവം വെച്ചിട്ട് ഇവർക്ക് ഇത്ര റൂട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റുമെന്ന് ഇത് കൊടുക്കും. അപ്പോൾ ഒരു കമ്പനിക്കാരെ ഒന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു റൂട്ടിനും ആ ഒരു ഷിഫ്റ്റിനും ഇത്ര പേയ്മെന്റ് വെച്ച് കൊടുക്കാൻ. അപ്പം എനിക്ക് എന്റെ കമ്പനിയായിട്ട് എനിക്കിപ്പം പോയിട്ട് അവിടെ സംബന്ധിച്ചാൽ എനിക്ക് ട്രിപ്പ് മതി. അപ്പൊ അവര് പൈസ കൂടുതലുള്ള ട്രിപ്പ്, അവർക്ക് ഓടാൻ പറ്റുന്ന ട്രിപ്പ്, അവർക്ക് ലാഭം കിട്ടുന്ന ട്രിപ്പ് നോക്കിയിട്ട് അവർ ചൂസ് ചെയ്തിട്ട് അവർ കോൺട്രാക്ട് ഏർപ്പെടുക ഈ VBN-ഉമായിട്ട്. അപ്പൊ അവർ കിട്ടുന്ന അലവൻസ്, ആ റൂട്ടിന്റെ അലവൻസ്, പിന്നെ സ്പെഷ്യലൈസ് CV ട്രിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കും അത് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനി കിട്ടുന്ന ബോണസ് ആയിരിക്കത്തില്ല മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നത്. പിന്നെ ഹവേഴ്സും വ്യത്യാസം. സാമ ഇപ്പൊ നിങ്ങൾ മാൾട്ടയിൽ നിന്നാണ് 3 പേരും വന്നത്. അപ്പോൾ ഈ മാൾട്ടയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതാ, എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യേണ്ടതാ, എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഒന്നും വന്നിട്ടില്ല. അവിടുത്തെ മാൾട്ടയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ ബസ് ഓടിക്കാൻ പറ്റി. ഈ ബസ് മാത്രം ഓടിക്കാൻ പറ്റുള്ള, ഹെവിയും ഓടിക്കാൻ പറ്റുമോ ജോ? അല്ല, നമുക്ക് ബസ്, കാറ്, അതായത് ലൈസൻസ് വരുന്ന B-C-D ആ കാറ്റഗറി. അപ്പൊ നമ്മൾ മാൾട്ടയിൽ ഏതാണ് എടുത്ത് ആ സെയിം സാധനം നമുക്ക് ഇവിടെ ഓടിക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രാക്ടറും കൂടെ ആഡ് ചെയ്ത് കിട്ടും. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാം. ഈ യൂറോപ്യൻ യൂണിയനിൽ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ ഓടിക്കാൻ പറ്റുന്നത്. അതല്ലാതെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ ലൈസൻസ് വെച്ചിട്ട് ഹെവി ആണെങ്കിലും ബസ് ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ആ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾ ജർമ്മനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ജർമ്മനിയിലേക്ക് ലൈസൻസ് എടുക്കാൻ വരാണ്ടിരിക്കണം നല്ലത്. മാതിരി എക്സ്പെൻസ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാർ ലൈസൻസ് നമ്മുടെ ഇതുണ്ടല്ലോ ഇന്റർനാഷണൽ ആക്കുവാണെങ്കിൽ 6 മാസത്തേക്ക്, 1 വർഷം അല്ലാണ് ഇവിടുത്തെ വാല്യൂ, 6 മാസത്തേക്ക് പ്രൈവറ്റ് ആയിട്ട് കാർ ഓടിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ നാട്ടിലെ റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഭയങ്കര റൂൾ വ്യത്യാസം. റൂളൊക്കെ എൻ്റെ ഡിഫറെന്റ് ആണ്. ഒരുപാട് നിയമങ്ങളാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ബസ് ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാൾട്ടയിൽ വന്ന് ഇത്രയും നിയമങ്ങളില്ല മാൾട്ടയിൽ. പക്ഷെ അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അതുപോലത്തെ നിയമങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ അവിടെ വണ്ടി ഓടിക്കാൻ പാടാത്ത ഒരാൾ പോലും ഇല്ല. കാരണം പക്ക പ്രോപ്പറായിട്ട് വണ്ടി ഓടിച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. ഇപ്പൊ ഈവൻ നമ്മുടെ നാട്ടിലൊരു കാർ പാർക്ക് ചെയ്തിരിക്കണമെന്ന് തന്നെ അറിയാം, പകുതി ഇത് ബാക്കിലും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. നാട്ടിൽ ഭയങ്കര അഡ്വർടൈസ്മെന്റ് ആണ് ഏജൻസീസ് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല കമ്പനീസ്. ലൈസൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അല്ലാതെ അതും ഹൗസ് ബിൽഡിംഗ് കോഴ്സും ഇപ്പൊ നോർമൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പോലെ തന്നെ. അതെ, അത് ചില കമ്പനീസ് ലൈസൻസ്, ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് അല്ലാതെ ലൈസൻസ് എടുത്ത് ഞങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടൊരു കോൺട്രാക്ട് വെച്ചിരിക്കും. ലൈസൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം, അതിനുശേഷം അവരെ കൂടി ഇത്ര സമയം വർക്ക് ചെയ്യണം. ഒരു ട്രക്കും അത് തന്നെ, ബസ്സും അത് തന്നെ. അല്ലാതെ നാട്ടിൽ ഈ ഏജൻസീസ് പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ഇവിടെ നേരെ വന്ന് ട്രക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല. ഈവൻ യൂറോപ്യൻ ലൈസൻസ്, ട്രക്ക്, ബസ് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല. അതിന് കോഡ് 95 ക്വാളിഫൈഡ് ആയിരിക്കണം. അതേപോലെ CPC കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഡ്രൈവർ ക്വാളിഫൈഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എനിക്കിപ്പോൾ യൂറോപ്യൻ ലൈസൻസ് ബസ് ഉണ്ട്. പക്ഷേ എനിക്ക് ബസ് ഓടിക്കണമെങ്കിൽ തന്നെ, പാസഞ്ചേഴ്സിനെ വെച്ച് പോകണമെങ്കിൽ തന്നെ ഇവിടെ ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബാഡ്ജ് പോലെ തന്നെ അത് ക്വാളിഫൈഡ് ആയിരിക്കണം. കോഡ് 95 ക്വാളിഫൈഡ് ആയി, കോഡ് 95 കാർഡ്, CPC കാർഡ് എന്ന്. അത് പല രാജ്യത്തും പല പേരിലാണ്. ചില രാജ്യത്ത് കോഡ് 95 എന്ന് പറയും, മാൾട്ടയിൽ CPC കാർഡ് എന്ന് പറയും, പിന്നെ ടാഗ് എന്ന് പറയും, അതേപോലെ പ്രൊഫഷണൽ ഡ്രൈവർ കാർഡ് എന്ന് പറയും. പല രീതിയിൽ പറയും. അപ്പോൾ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ മാത്രമേ നമ്മൾ പാസഞ്ചേഴ്സിനെ വെച്ച് ബസ് ഓടിക്കണം. അതേപോലെ ട്രക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ട്രക്കിൽ ഗുഡ്സ് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ കോഡ് 95 ഇത് വേണം. അപ്പം നാട്ടിൽ പറയുന്ന പോലെ അത്രയ്ക്ക് ഈസി അല്ല. ഇവിടെ വന്നിട്ട് നേരെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ടാസ്ക് അല്ല. പ്രൈവറ്റ് കാർ ഓടിക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. പിന്നെ ഈ കോഡ് 95 തന്നെ രണ്ടുണ്ട്. ട്രക്കിനും ട്രെയിലറിനും വേറെ കോഡ് 95 ആണ്, ബസ്സിന് വേറെ കോഡ് 95. അത് നമ്മൾ ഇവിടെ വന്നിട്ട് എഴുതണം. അതെ, ഇല്ലാത്തവരാണെങ്കിൽ അതാണ് നേരത്തെ ചോദിച്ചത്. നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു? അല്ല, നമുക്കത് ചെയ്യണം. പക്ഷേ ഈ കോഡ് 95ന്റെ സിസ്റ്റം തന്നെ പല രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പല രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഡ് 95 ഞങ്ങൾക്ക് മാൾട്ടയിൽ ട്രക്കിനും ബസ്സിനും സെപ്പറേറ്റ് എഴുതണം. പക്ഷെ ചില രാജ്യങ്ങളിൽ ഇത് ഒരെണ്ണം എഴുതിയാൽ മതി. ഇപ്പൊ കോഡ് 95 എന്ന് പറയുന്ന പ്രൊഫഷണൽ ഡ്രൈവർ കോഴ്സ് ഒരെണ്ണം അറ്റൻഡ് ചെയ്ത അയാൾക്ക് ട്രക്കിനും കിട്ടും,
ബസ്സിനും കിട്ടും ട്രെയിലറിനും കിട്ടും. പക്ഷെ മാൾട്ടയിൽ ഇത് സെപ്പറേറ്റ് ഇടും. അതേപോലെ തന്നെ യൂറോപ്യൻ ലൈസൻസ് കാറ്റഗറി എന്ന് പറയാം, ആദ്യം നമ്മൾ കാറിന്റെ തിയറി എക്സാം, പിന്നെ ബസ്സിൻ്റെത്, പിന്നെ ട്രക്കിൻ്റെത്, പിന്നെ ട്രെയിലറിൻ്റെ, എല്ലാത്തിനും പോയി എക്സാം എഴുതുന്നു. നാട്ടിലെ പോലെ ഒറ്റ തിയറി എക്സാം എഴുതിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. അത് കൂടാതെ ഈ കോഡ് 95ന്റെ എക്സാം പ്രത്യേകം എഴുതണം. ഇത് ഇത്രയും ടഫായിട്ട് ഇവിടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ കാര്യം ഇവിടുത്തെ ആക്സിഡന്റിന്റെ റേറ്റ് ഒക്കെ തന്നെ അറിയാൻ പറ്റും, വളരെ കുറവാണ് ജർമ്മനിയിൽ. ഓട്ടോ ബാനിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100-110 അല്ല, 200-250 430 വരെ ഓടിച്ച വണ്ടികളുണ്ട്. ആക്സിഡന്റ് കുറവുള്ള എക്സ്പ്രസ് ഹൈവേ ആണ് ഓട്ടോ ബാൻ. അതെ, ഈ ഓട്ടോ ബാൻ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ ബ്രഹ്മനിൽ ഇവിടെ വന്ന സമയം നോക്കി തന്നെ മതി. എത്ര കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്ത്? 350 കിലോമീറ്റർ. എത്ര മണിക്കൂർ? 350 കിലോമീറ്റർ, ഏകദേശം 2.25 മണിക്കൂർ. അതെ, 2.25 മണിക്കൂർ കൊണ്ട് 350 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് അവർ ബ്രഹ്മണിയിൽ നിന്ന് ബെർലിനിൽ വന്നത്. അതുപോലെ ഈ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജർമ്മനിയാണ് ഏറ്റവും ടോപ്പ്. കാരണം സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത വഴി ഇവിടെ ഉള്ളൂ. അപ്പോൾ എനിക്കിത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രൊഫഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യണവർക്ക് സൂപ്പറാണ്. നാട്ടിലത്തെ പോലെ ബസ് നിറച്ച ആള് കയറിയാലേ കമ്പനിക്ക് ലാഭമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ 90% കാലി ബസ്സാണ്. ഇപ്പൊ ടൗണിലേക്കുള്ള ട്രിപ്പ് അല്ലാത്ത ബസ്സിലൊക്കെ 1-2 ആള് കയറി. ഓരോ സ്റ്റോപ്പിലും ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് ബേസിലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഓടി എത്തുക, ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലോട്ട് എത്തി, അവിടെ ഒരു 2 മിനിറ്റ് നമ്മൾ ഇയർലി എത്തിയെന്ന് വെച്ചോ, നമ്മൾ അവിടെ ചവിട്ടി നിർത്തണം. ഈ നമ്മുടെ ടൈം കഴിയാതെ നമുക്ക് എടുക്കാൻ പാടില്ല. താമസിച്ച് പോയാൽ കുഴപ്പമില്ല, പക്ഷെ നേരത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്ത് പോരുത്. ഈവൻ ഏതെങ്കിലും ഒരു പാസഞ്ചർ കംപ്ലൈന്റ് ചെയ്താൽ അവൻ വീട്ടിൽ പോകാനുള്ള ടാക്സി പൈസ നമ്മൾ കൊടുക്കണം. ഫൈൻ അത് ഡിപ്പെൻസ് ഓൺ സിറ്റി അനുസരിച്ചിട്ട്. ചില സിറ്റിയിലൊക്കെ €500 ഫൈൻ ആയിരിക്കും. €500 എന്ന് പറയുമ്പോൾ 50,000 രൂപ. 500 ഫൈൻ. അത് ഡ്രൈവർക്ക് ഫൈൻ വരും. അതെങ്ങനെ നമ്മ ഇപ്പൊ ഇങ്ങനെ നിർത്താതെ നിങ്ങൾ പോയി വെച്ചു? ഇപ്പൊ ഞാനിവിടെ സ്റ്റോപ്പിൽ നിൽക്കണം, എന്നിട്ട് നിങ്ങൾ നിർത്താതെ പോയി, അപ്പൊ എങ്ങനെ ഫൈൻ? അത് ബസ്സിൽ GPS ഉണ്ട്. കാരണം നമ്മൾ വരുന്ന ഓരോ ബസ് സ്റ്റോപ്പ്, ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പ് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിളി വരും, ഇന്ന ബസ് സ്റ്റോപ്പ് കവർ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ ഓരോ ബസ് സ്റ്റോപ്പ് ചെല്ലുമ്പോഴും ആ GPS റീഡാവും. എന്നിട്ട് ഈ ബസ്സിലാണെങ്കിൽ പോലും ബോർഡിൽ ഓരോ ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ടേക്കുള്ള ടൈം എല്ലാം എഴുതി കാണിക്കും. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് റീഡാവും. എന്നിട്ട് അടുത്തതിലേക്ക് ഇവിടെ നോർമലി നമുക്ക് ബസ്സിന്റെ അകത്ത് തന്നെ കാണാം ഗൈസ്, ഈ സാധനം ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ അടുത്ത സ്റ്റോപ്പിന്റെ പേര് അതിന്റെ മുകളിൽ അങ്ങനെ എത്ര സമയം എടുക്കും നമ്മൾ നിർത്തി കൊടുക്കണം. ഈ സ്റ്റോപ്പിന് മുമ്പ് തന്നെ ഈ സ്റ്റോപ്പിലേക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പറയും. അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടാവും, ആ സ്റ്റോപ്പ് ബട്ടൺ നിൽക്കുക. അങ്ങനെ സ്റ്റോപ്പ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഡ്രൈവർ അവിടെ നിർത്തി കൊടുക്കണം. അതുപോലെ വേറെ ഉണ്ട് കുറെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. വീൽ ചെയറിലുള്ള ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ വയസ്സായി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങത്തില്ല. ഇവിടെ അങ്ങനെയല്ല, കൈ മാത്രം വർക്ക് ചെയ്യുന്ന ആൾ, ബാക്കിയൊക്കെ പാരലൈസ്ഡ് ആണെങ്കിൽ പോലും ഇവർ ഈ ജോയിസ്റ്റിക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വീൽ ചെയറോട്ട് വരും. അപ്പൊ നമ്മൾ ആ വീൽ ചെയറിന്റെ ഇത് ഇറക്കി കൊടുക്കണം. ചില വണ്ടിയിലൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട്, നമ്മുടെ ചിലതിലുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്ത് ആളെ കയറ്റി ഇരുത്തി സേഫ് ആയിട്ട് വീൽ ചെയറിന് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട്, അവിടെ വയ്ക്കുക. ഈ ട്രാഫിക് ലോസ് ഒക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഇപ്പം ആരായി കഴിഞ്ഞാലും ലോ തന്നെ. അതുപോലെ ഇവര് വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ള ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഈവൻ നമ്മൾ ബസ് ഓടിച്ചോണ്ടിരിക്കുക, നമ്മുടെ ഓടിക്കുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ വേറെ ആരും വിളിക്കണ്ട, പുറകിൽ നിന്നുള്ള പാസഞ്ചർ തന്നെ പോലീസിനെ വിളിച്ചോളും. നമ്മൾ വന്ന് സൈഡിലേക്ക് നിർത്തും. എന്നിട്ട് നമ്മൾ ഊതിക്കൊന്നുമില്ല, നമ്മുടെ അപ്പം തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അവർ വന്ന വണ്ടിയിലൊരു മിനി ലാബ് തന്നെയുണ്ട്. നമ്മുടെ 2 തുള്ളി മൂത്രം കൊടുക്കുക, അവര് അതിന്റെ അകത്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണെങ്കിലും സ്പോട്ടിൽ അറിയാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് തന്നെ റിസൾട്ട് വരും. ഫുൾ ഒരു സിസ്റ്റം വഴിയാണ് പോകുന്നത്. ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി വന്നാൽ ജോബ് നിനക്കത് ചെയ്യാൻ പറ്റുമോ? നാട്ടിലെ സിസ്റ്റം അതല്ല, ഈ പോയി ചെയ്യണം. അത് ഇതിപ്പോ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഡ്യൂട്ടി വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ ഒരാൾ പോലും നമ്മൾ വന്നിട്ട് രാവിലെ വണ്ടി എടുത്തോട്ട് നോക്കത്തില്ല. നമുക്ക് വാട്സപ്പിൽ ഒരു ഡ്യൂട്ടി വരും. ഈ ഡ്യൂട്ടി അനുസരിച്ച് ബസ് നമ്പർ കാണും. നമ്മൾ ചെല്ലുക, ബസ് എടുക്കുക, പോവുക, ബ്രേക്ക് എടുക്കുക. ആ ബസ് ഡ്യൂട്ടി കഴിയുമ്പോൾ ഡീസൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഡീസൽ ഫില്ല് ചെയ്തിട്ട് കൊണ്ടിടുക. ഒരാൾ പോലും നീ എന്താണ് അവിടെ പോയത്, നീ എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഒരു പരിപാടി ട്രസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ്. നമ്മുടെ ജോലി ചെയ്യുക, നമ്മുടെ ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്യുക. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുക. പിന്നെ പാസഞ്ചേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലോ വലിയ കംപ്ലൈൻറ്റ് വല്ലതും വന്ന് കമ്പനിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അതെന്താണ് വിളിച്ച് ചോദിക്കുന്നത് തന്നെ. ഇപ്പോൾ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്താൽ ഞാൻ ചോദിക്കുന്നത് തന്നെ എന്താണെന്നൊക്കെ പറയാനുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ തരൂ, റിപ്പോർട്ടൊന്ന് കൊടുക്കാനാണ്. അല്ല നീ എന്താണ് അങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്യുമോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല ഇവിടെ. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, നമ്മുടെ ഭാഗത്ത് ക്ഷമിക്കുക, അത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ക്രോസിംഗ് ഒരു പെഡസ്ട്രിയൻ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാൾ നിൽക്കുവാണെങ്കിൽ നമ്മൾ ബസ് അവിടെ ചവിട്ടി കൊടുക്കുക. അവര് ക്രോസ് ചെയ്ത് പോയിട്ട് പതുക്കെ പോയിക്കോളൂ. നമുക്ക് നേരത്തെ 5 മിനിറ്റ് നേരത്തെ ഒന്നും ഇടാനില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു സിസ്റ്റമാണ്, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഫോണും കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മുടെ ബസ്സിൽ വരാനായിട്ടായിരിക്കും.
നമ്മൾ നിർത്തിയിട്ട് ഡോർ തുറക്കണം. ഡോർ തുറക്കുമ്പോൾ ചിലപ്പോൾ വരുന്നു പറയും, വരാനായിട്ട് വണ്ടി കയറും, ചിലപ്പോൾ വരുന്നില്ല പൊക്കോളാൻ പറയും. ചിലവരൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് കാണുമ്പോഴേ ഇല്ലില്ല പൊക്കോ എന്ന് പറയും. നാട്ടിലെ കണക്ക് കയ്യാണിച്ചിരുന്ന പരിപാടിയില്ല. ബസ് സ്റ്റോപ്പിൽ ആൾ നിന്നു അവിടെ നിർത്തണം, നമ്മൾ നിർത്തണം. അങ്ങനെ നിർത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന അവര് നേരെ വിളിച്ചിട്ട് ഇവിടെ നിർത്തിയില്ലെന്ന് പറയും. ബിവിജിൽ വിളിച്ചിട്ട് പറയും. അവര് നമ്മുടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് അതോറിറ്റി വിളിച്ചിട്ട് ഇവിടെ നിർത്തിയില്ലെന്ന് പറയും. അവര് നോക്കുമ്പോൾ നമ്മൾ നിർത്തിയിട്ടില്ല. സ്പീഡിൽ പോവാണെങ്കിൽ അവർക്ക് അതിന്റെ സ്പീഡ് കാൽക്കുലേഷൻ ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബസ് സ്റ്റോപ്പിൽ ഇത്ര സ്പീഡിലാണ് പോയെ, ബസ് സ്റ്റോപ്പിൽ ആളുണ്ടായിട്ട് നിർത്തിയില്ല, ബസ്സിൽ ആളെ കയറ്റിയില്ല, കൈ കാണിച്ചിട്ട് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആളുടെ നിർത്താതെ പോയി കഴിഞ്ഞാലും ഫൈന്. അതും നമുക്ക് കിട്ടുന്നത് നമ്മുടെ സാലറിന്ന് കെട്ടി. അങ്ങനത്തെ ഒരു എന്താ പറയാ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. വേറെ ഒന്നല്ല, ആരും കറപ്ഷനും പറ്റില്ല. ഇല്ല അത് നടക്കത്തില്ല പരിപാടി. അല്ല, ഇത് കേട്ടിട്ട് ആരും അങ്ങനെ പേടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇത് ആദ്യത്തെ ഒരു മാസത്തേക്കുള്ള പ്രശ്നമുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു 30 ലിമിറ്റ് ഉണ്ട്. നമ്മൾ 30 പിന്നെ നമ്മ ഈ സിസ്റ്റത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രശ്നം നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോഴാ. കഴിഞ്ഞോണ്ട് ലീവിന് പോകുമ്പോ ഒരാൾ നമ്മുടെ വഴിയിൽ നിൽക്കുമ്പോ ഞാനവിടെ ചവിട്ടുവാണ്, പുറകിൽ നിന്നുള്ള വണ്ടിയുടെ ഓണടി ബഹളം. ഇവിടെ ഒരു ഓണടി കേൾക്കാൻ ഇല്ല. ഇവിടെ നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വട്ടം കാണാൻ നിന്ന് ഞാൻ അടുത്ത ഗീർ കൊടുക്കുമല്ലേ. ഇവിടെ അങ്ങനെയല്ല, ചവിട്ടി തീർത്തി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ജർമ്മനിയിലേക്ക് വണ്ടി ഓടിക്കാൻ വരാൻ പറ്റില്ല. അത് പോസിബിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് ഉള്ളവർക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കമ്പനീസ് ഇങ്ങനെ ഈ ബോണ്ട് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അല്ലാതെ നാട്ടിൽ നിന്ന് ഏജന്റുമാരും ഏജൻസികളും പറയുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഡയറക്റ്റ് ട്രക്ക് ലൈസൻസ് ഉള്ളവർ എക്സ്പീരിയൻസ് ഉള്ളവർ വരട്ടെ, ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര എക്സാംസ് ഉള്ളത്. CPC അറ്റൻഡ് ചെയ്യണം, അതേപോലെ തന്നെ ലൈസൻസ് വേണം. ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർ ചിന്തിക്കുന്ന കാര്യം, ചില രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഫുള്ള് കൺവേർട്ട് ചെയ്ത് പോളണ്ട്, ലിത്വാനിയ, ലാറ്റ്വിയ, ഖുറേഷ്യ, അല്ല മാൾട്ടയിൽ തന്നെ കൺവേർഷൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഇൻ്റർനാഷണൽ വെച്ചിട്ട് 1 year വർക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു ഓപ്ഷൻ ജർമ്മനിയിൽ നിലവിലില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് പ്രൈവറ്റ് കാർ ഓടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അതേപോലെ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് നമ്മളെ ലൈസൻസ് എടുക്കാൻ നേരം കുറച്ച് ഇളവുകൾ കൊടുക്കും. അതാണ് ഇവിടെ മാൻഡേറ്ററി ക്ലാസ്സുകൾ മാറ്റി കൊടുക്കും. അതാണ് ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ. അല്ലാതെ നമ്മൾ ഫുൾ ലൈസൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്താലേ എടുക്കാൻ പറ്റും. ഇപ്പോൾ ജർമ്മനിലേക്ക് വരാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് വരിക, അല്ലെങ്കിൽ അങ്ങനെ ലൈസൻസ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ലൈസൻസ് എടുത്തിട്ട് ജോലി കയറുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പോയിട്ട് ലൈസൻസ് എടുക്കുക, ഇവിടെ എംപ്ലോയറെ ഫൈൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് അറിയാം. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇതിവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇനിയും നമ്മൾ തുടർന്ന് വീഡിയോസ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ജോബിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ബെർലിനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർ ബെർലിനിലേക്ക് വരാനും. അപ്പോൾ ഇനിയുള്ള വരും വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ 3 പേരുടെയും ഇൻസ്റ്റാ പേജ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം, ജോബിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ കയറി പാർക്കോ, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, താങ്ക് യു. നമുക്ക് റെക്കോർഡ് മട്ടം